ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഞാൻ യൂറോപ്പിലായതുകൊണ്ടാണ് പെട്ടെന്ന് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത്. ഓക്കെ, ഓഡിയബിൾ ആണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കണേ. ഓഡിയബിൾ ആണോ എന്നുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസിൻ്റെ ഒരു ഇതും ഉണ്ട്, അതുപോലെ ഒരു ചാറ്റും ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഈ വെബിനാറിൻ്റെ സമയത്ത് ഇഫ് ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിങ് നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജസ് ഇടാം. ആ മെസ്സേജസിന് ക്ലിയറിൽ നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1-2 മിനിറ്റോടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ ഷോർട്ടായിട്ട് തന്നെ ANM നഴ്സസിനുള്ള അഡ്വാൻറ്റേജസ്, ഹൗ ദേ ക്യാൻ മൂവ് ടു ജർമ്മനി എന്നുള്ള കാര്യങ്ങൾ, അഡ്വാൻറ്റേജ് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് കിടക്കും. ആൻഡ് വി വിൽ വൈൻഡ് അപ്പ് ദ സെക്ഷൻ. ജിലു ജെയിംസ്, താങ്ക് യു സോ മച്ച്. അതാണ്. ഓക്കെ, ഒരു 1 to 2 minutes കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെക്ഷൻ. ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ ഒരു ഐഡിയ, ദേ ഹാവ് ടു ഗെറ്റ് ദ പ്രോപ്പർ ഐഡിയ എന്താണ് ANM. കാരണം ANM നഴ്സുമാർക്ക് നോർമലി, ആസ് യു നോ, ANM നഴ്സസ് എന്ന് പറയുന്നതിനെ പലപ്പോഴും നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ കൗണ്ട് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ വെരി ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മൂവിങ് ടു ജർമ്മനി എന്നുള്ളത് വിച്ച് ഈസ് റിയലി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം. ഓക്കെ, എനിവേ 5 minutes നമ്മൾ മുമ്പോട്ട് പോയി 6 minutes. ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെക്ഷൻസ്. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ ഒരു ടൈം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ANM നഴ്സസ് മൂവിങ് ടു ജർമ്മനി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരെയും റിയലി അപ്രീഷിയേറ്റ്. ബിക്കോസ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, എ സിംഗിൾ സെക്കൻഡ് കാൻ ഡു എനിത്തിങ് ഇൻ യുവർ ലൈഫ്. 1 minute കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ല. പക്ഷെ നമ്മൾ 1 minute കൊണ്ട് എടുക്കുന്ന ഡിസിഷൻസ് ആണ് നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ചേഞ്ചസ് ഉണ്ടാകുന്നതും ഒരു ഷിഫ്റ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതും. സോ ഇന്നത്തെ വെബിനാറിൽ നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ഹാഫ് ആൻ അവർ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ലെന്നും യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇൻസൈറ്റ്സ്. നിങ്ങൾ ചിന്തിക്കുന്നേക്കാളും വലിയ ഇൻസൈറ്റുകൾ ഇത് ലഭിക്കുമെന്നും ഞാൻ ഉറപ്പുവരുന്നു. കാരണം ഞാനിപ്പം ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ ജർമ്മനി ഇപ്പം UK വന്നു. UK ഫോർ ദ നെക്സ്റ്റ് 1 week ഐ വിൽ ബി ഇൻ UK, ദെൻ ഐ വിൽ ബി ബാക്ക് ടു ഇന്ത്യ. അതിനുശേഷമായിരിക്കും ഞാൻ ഇന്ത്യയിലോട്ട് വരുന്നത്. സോ ഇപ്രാവശ്യം പോയപ്പോഴും കെയർ ഹോമുകൾ വിസിറ്റ് ചെയ്യാനും അവിടെയുള്ളവരോട് സംസാരിക്കാനും ഒക്കെ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകൾ എടുത്ത് നോക്കിയാൽ ക്ലിയർലി അതിനകത്ത് ഈ കെയർ ഹോമുകൾ വിസിറ്റ് ചെയ്തേക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു സെക്ഷൻസ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഒരു ANM നേഴ്സിന് എങ്ങനെ കെയറർ ആയിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ANMൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും. ചില ആൾക്കാർ ആ കോഴ്സ് പോയി പഠിച്ചവരായിരിക്കും. ചിലർ അതിൻ്റെ ടു ബി ഫ്രാങ്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവരായിരിക്കും. ആൻഡ് യു മേ ഹാവ് എക്സ്പീരിയൻസ് കാണും. അല്ലെങ്കിൽ ചിലർ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ കെയർ ആയിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും. നോർമൽ കാറ്റഗറിയിൽ നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ ഇങ്ങനെയുള്ളവരാണ്. നമ്മൾ ANM നഴ്സിംഗ് എന്ന് പറയുമ്പോൾ പോലും നമുക്കുള്ളൊരു നെഗറ്റീവ് എന്താ വരുന്നതെന്ന് ചോദിച്ചാലും, ഈ നേഴ്സിംഗ് കൗൺസിലിൻ്റെ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അതിൻ്റെ അംഗീകാരം പലപ്പോഴും ANM ലഭിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ലോകത്തോടത്ത് തന്നെ ANMനെ നേഴ്സസ് ആയിട്ട് ദേ ഡോണ്ട് കൺസിഡർ, അവർ പരിഗണിക്കുന്നില്ല. ചില രാജ്യങ്ങളിൽ GNMകാർ നേഴ്സുമാരായിട്ട് പരിഗണിക്കത്തില്ല. ഇപ്പോൾ ഡെൻമാർക്കിലൊക്കെ 3.5 year GNMനെ താഴെയുള്ള നേഴ്സിങ്ങിനെ നേഴ്സായിട്ട് പരിഗണിക്കത്തില്ല. അങ്ങനെ ഓരോ രാജ്യത്തിനും അവരുടെ സിസ്റ്റം അനുസരിച്ച് നോർമൽ ഇവരെന്ത് ചെയ്യത്തില്ല, ഇവർ ആൾക്കാരെ നേഴ്സ് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറികളിൽ ഇവരെന്ത് ചെയ്യില്ല, പരിഗണിക്കത്തില്ല. അതാണ് നോർമലി ഉള്ള ഒരു അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ നമ്മളിത് ANM നേഴ്സസ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അൺഫോർച്ചുനേറ്റ്ലി നേഴ്സായിട്ട് പരിഗണിക്കാറില്ല. കെയർ വിസകൾക്കൊക്കെയാണ് പലപ്പോഴും പോകുന്നത്. അപ്പം ANM നേഴ്സായിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും എളുപ്പം പോകാൻ പറ്റുന്ന ഒരു സംഭവം സത്യത്തിൽ കെയർ വിസയാണ്. കെയറായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇഷ്ടംപോലെ കെയർ വിസകൾ UK ചെയ്തേക്കുന്നതാണ്. സോ കെയർ വിസകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന് പലപ്പോഴും ANM ആകണം എന്ന് നിർബന്ധമില്ല. എയ്തർ GNMO, BSCയോ പോസ്റ്റ് BSCയോ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും സത്യത്തിൽ കെയർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അത് നോർമലി പലപ്പോഴും നമ്മൾ പണം അങ്ങോട്ട് കൊടുത്ത് നല്ല ഹ്യൂജ് എമൗണ്ട് കൊടുത്താണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഏതൊരു കാറ്റഗറിയിൽ ഉള്ള ഒരാൾക്കും ദേ ക്യാൻ ഈസിലി മൂവ് ടു എനി യൂറോപ്യൻ കൺട്രി ആസ് എ കെയർ, അങ്ങനെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ANMകാർക്ക് പ്രത്യേകിച്ച് വേക്കൻസീസ് പലപ്പോഴും പല കാര്യങ്ങളിലും കുറവാണ് എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം.
ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിൽ അതേസമയം ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് ഒരു കെയറിന് വന്നേക്കുന്നത്, അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് എന്ന പൊസിഷൻ. നോർമലി കെയർ അസിസ്റ്റന്റ് പൊസിഷൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിൽ ഉള്ളപ്പം എഎൻഎമ്മിനെ കൊണ്ടുപോകാൻ പറ്റുമ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് നേഴ്സുമാർ അപ്ലൈ ചെയ്യും. അപ്പോൾ അവർ നോക്കുമ്പോൾ BSc ആൻഡ് GNM നഴ്സസ് അപ്ലൈങ്, ഓൾസോ ANM നഴ്സസ് അപ്ലൈ. നോർമലി സ്വാഭാവികമായിട്ടും അവർ നേഴ്സുമാരെ എടുത്തതിന് ശേഷം മാത്രമേ കെയർ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് വേറൊരാളെ എടുക്കാറുള്ളൂ. കാരണം അവർക്ക് അതാണ് എപ്പോഴും നല്ലത്, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് എന്ത് പറ്റും, പലപ്പോഴും ഈ നേഴ്സസിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് കൊണ്ട് ANM പഠിച്ച ആൾക്കാർക്ക് കിട്ടാറില്ല. അപ്പോൾ ഇതിലുള്ളവരെല്ലാവരും തന്നെ ANM ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. GNM ആണെങ്കിലും BSc ആണെങ്കിലും യു ക്യാൻ മൂവ് ആസ് എ കെയറർ. പക്ഷെ ജർമ്മനിയിൽ ഒരു കെയർ ആകുന്നതിന് ഉള്ള ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ നേഴ്സായിട്ട് പോകുന്നതാണ് അവർക്ക് എപ്പോഴും കംഫർട്ടബിൾ. ഓക്കെ, ഇതാണ്. അതുകൊണ്ടാണ് ഈ വെബിനാർ വളരെ വിലപ്പെട്ടതായത്. നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി സെറ്റിൽ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, യൂറോപ്യൻ രാജ്യം നിങ്ങളുടെ സ്വപ്നമാണ് എങ്കിൽ, നിങ്ങൾക്കുള്ള വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് കെയർ അസിസ്റ്റന്റ് ആയിട്ട് എങ്ങോട്ട് പോകുന്നത്, നമ്മുടെ ജർമ്മനിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയാം. ഒരു ഓൺ ആൻഡ് ആവറേജ് 40 വയസ്സ് വരെയാണ് ഏജ് വരുന്നത്. 40 വയസ്സാണ് ഏജ്. ഒരു 2 ഇയേഴ്സിൻ്റെയും കൂടെ ഒക്കെ ഏജ് 40 to 43 വരെയൊക്കെ ആണെങ്കിലും നത്തിങ് ടു വരി. 46 വരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഐഡിയലി 40 to 43 വരെയൊക്കെ കംഫർട്ടബിൾ ആണ്. ഓക്കെ, 40 ആണ് ഐഡിയലി എങ്കിലും ഒരു 42, 43 വയസ്സുള്ള ഏതൊരു ANMനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട്, നിങ്ങളുടെ പോസ്റ്റിന്റെ പേര് നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് എന്നാണ്. യു ആർ നോട്ട് വർക്കിംഗ് ആസ് എ നഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ജർമ്മനിലേക്ക് മൂവ് ചെയ്യാം. ഇതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏജ് ഇതാണ്. ANM കോഴ്സ് പഠിച്ചിരിക്കണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഫ്രഷേഴ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നോ വറീസ്. രണ്ടാമത്തത് ലാംഗ്വേജിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ B2 ജർമ്മൻ ലാംഗ്വേജ് വേണം. അത് B2 ഇല്ലാതെയും പോകാൻ പറ്റുന്ന ഓപ്ഷൻസും ഉണ്ട്, ബട്ട് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അതിനെക്കുറിച്ച് ഞാൻ ഫ്യൂച്ചറിൽ മുമ്പോട്ട് പോകുന്ന വെബിനാറിനകത്ത് പറഞ്ഞുതരാം. എങ്കിലും സേഫ് സോണിൽ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് B2 ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു പോകുന്നതാണ്. ഇനി അടുത്തത് എവിടാണ് ജോലി ചെയ്യുന്നത്? 2 സ്ഥലങ്ങളിലാണ് ഒരു കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിന്ന് പോകുന്ന നേഴ്സസിന് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് കെയർ ഹോമുകളിൽ, 2 ഡൊമിസലറി കെയർ. കെയർ ഹോം എന്ന് പറയുന്നത്, ഡൊമിസലറി കെയർ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം, വീടുകളിൽ പേഷ്യൻറ്റിനെ നോക്കാൻ നമ്മളൊരു വണ്ടിയൊക്കെ ഓടിച്ച് വീടുകളിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടെ ആൾക്കാർ നോക്കുന്നു. സോ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിഫറബിൾ ആണ്, അത് വേണം. അതൊക്കെ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസം എടുത്താൽ മതിയായിരിക്കും. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസം നമുക്ക് വണ്ടി ഓടിക്കാം. അത് ഒരു കാറ്റഗറി. അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോകാം. രണ്ടാമത്തെ ആൾക്കാർക്ക് കെയർ ഹോമുകളിലാണ് അവർ ജോലി ചെയ്യുന്നത്, കെയർ ഹോംസിൽ. ഓക്കെ, ഈ കെയർ ഹോം എന്ന് വരുമ്പം നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, കെയർ ഹോം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഓർഫണേജുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. കാരണം നിങ്ങൾക്കിത് ഫാമിലി റീയൂണിയൻ, നിങ്ങൾക്ക് കുടുംബമായിട്ട് പോകാൻ പറ്റും, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഈ വിസയിൽ പോകുന്നവർക്കുണ്ട്. ഞാനത് 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നത്, എവിടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അതെവിടാണ് വർക്ക് ചെയ്യുന്നത്? കെയർ ഹോമുകളിലാണ്. അപ്പൊ ഈ കെയർ ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓർഫണേജുകൾ, അനാഥ മന്ദിരങ്ങളൊക്കെയാണ് നമ്മുടെ. ഇറ്റ്സ് നോട്ട് ദ തിങ് ഇൻ യൂറോപ്പ്. കാരണം എനിക്കറിയാവുന്ന UK ആയിരക്കണക്കിന് ആൾക്കാർ കെയർ വിസയിൽ വന്നവർ ലൈഫ് സെറ്റിൽ ആയവരുണ്ട്. അനേകായിരം ആൾക്കാർ, അതിൽ BA-കാരും BCom-കാരും നേഴ്സുമാരും ഒക്കെ ഉണ്ട്, ANM-കാരും GNM-മാരും ഒക്കെ ഉണ്ട്. അപ്പൊ കെയർ ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗൂഗിളിൽ കയറി ചുമ്മാ നമുക്ക് ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതാണ്. കെയർ ഹോം ഇൻ ജർമ്മനി, ഇമേജസ് അടിച്ചാൽ കിട്ടും. ഇത് വളരെ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റി ഉള്ള വൻ സെറ്റപ്പ് ഉള്ളൊരു ബിൽഡിംഗ് ആയിരിക്കും. ഒരു 4-5 ഏക്കർ ലോൺ, അല്ലെങ്കിൽ 5 ഏക്കർ എന്നല്ല, കുറച്ച് ലോൺ അതിന് ചുറ്റും, ഒരു 1.5 ഏക്കറിനകത്ത് ലോണ്, ഒരു വലിയ ബിൽഡിങ്, 5 സ്റ്റാർ സംവിധാനങ്ങളുള്ളതാണ് കെയർ ഹോം എന്ന് പറഞ്ഞാൽ. കെയർ ഹോം ഒരിക്കലും ഒരു രോഗികൾ വന്ന് താമസിക്കുന്ന സ്ഥലമല്ല. ഇറ്റ്സ് നോട്ട് ദ തിങ്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. യൂറോപ്പിലെ സിസ്റ്റം അനുസരിച്ച് ഈ പ്രായമായ പേരൻസിനെ മക്കൾ നോക്കുക എന്ന കൾച്ചർ അവിടെ ഇല്ല. അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് പ്രായമായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മക്കളുടെ കൊടുത്ത് താമസിക്കും. മെജോറിറ്റിയും ഒരു 80% എബോയും അവർക്ക് പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും അവരെന്ത് ചെയ്യും, അവർ നോർമലി കെയർ ഹോമുകളിലേക്ക് മാറി അവിടെ താമസിക്കും. പേരൻസിനെ കാണാൻ മക്കൾ വേണമെങ്കിൽ കെയർ ഹോമുകൾ വിസിറ്റ് ചെയ്യും. അവരവിടാണ് താമസിക്കുന്നത്. അവർക്കൊരു അസുഖം വേണമെന്നില്ല, അവരൊരു ഗതിയില്ലാത്തവരെന്നാൽ ഈവൻ ഇഫ് ദേ ആർ ഫിൽത്തി റിച്ച്,
അതിസമ്പന്നരാണെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദം ദേ ആർ ലിവിങ് ഇൻ എ കെയർ ഹോംസ്. അവരുടെ ഏജ് ഉള്ള ആൾക്കാർ കാണും. അവിടെ ഫൺ ആക്ടിവിറ്റികൾക്ക് സ്ഥലമുണ്ട്. അവിടെ ചില കെയർ ഹോമിൽ കോക്ടെയിൽ ബാറുണ്ട്. ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനുള്ള കോക്ടെയിൽ ബാറുണ്ട്. ചെസ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. സ്പോർട്സ് ആക്ടിവിറ്റിക്കുള്ള സ്ഥലമുണ്ട്. നമ്മുടെ നഴ്സുമാർ അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് ഇവരെ തള്ളിക്കൊണ്ട് പോയി ഈ ബാറുകളിൽ കൊണ്ടിരുത്തുന്ന ഒരു സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇവരെ പുൽതകടി കൊണ്ടിരുത്തുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റ് ചെയ്ത ജർമ്മനിയുടെ ഒരു കെയർ ഹോമിലെ അവിടുത്തെ പേഷ്യൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അന്തേവാസികളായിട്ടുള്ളവർ പേളിന്റെ മാലയൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ റിച്ച് ദേ ആർ. അപ്പൊ അവരെന്താണ്, അവർക്ക് പ്രായമായി, അവരുടെ ഇഷ്ടംപോലെ സ്വത്തുണ്ട്. അവരുടെ സ്വത്തിന്റെ വലിപ്പം അനുസരിച്ച് അവരെ ആ സ്വത്ത് ഒരു പർട്ടിക്കുലർ കെയർ ഹോമിന് ഇത്ര കോടി രൂപ കൊടുത്തിട്ട് അവരവിടെ നിന്ന് താമസിക്കുകയാണ്. സോ അവർക്ക് നീറ്റ്ലി നല്ല റൂമുണ്ട്, നല്ല വണ്ട്. നമുക്ക് തന്നെ അവിടെ നിന്ന് പോയി താമസിക്കാൻ തോന്നും. നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ കയറി കെയർ ഹോംസ് ഫോട്ടോസ് അടിച്ചു കൊടുത്താൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ നേരിട്ട് വിസിറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഇവിടാണ് ഇവർ താമസിക്കുന്നത്. സോ ഇതിനകത്ത് അതേസമയം അൽഷിമേഷ്യസ് പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും, പ്രായമുള്ളവർ കാണും. അതുകൊണ്ട് തന്നെ നോർമലി കെയർ ഹോമുകളിൽ ഡോക്ടേഴ്സ് ഇല്ല. അവിടെ നേഴ്സാണ് അതോറിറ്റേറ്റീവ്. നേഴ്സാണ് ഒരു ഓൺ കോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എമർജൻസി അവിടെ ഒരു പേഷ്യൻറ്റിന് വന്നാൽ ഒരു ഓൺ കോളിൽ ഡോക്ടറിന്റെ സേവനം ഇതാണ്. നമ്മൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. സോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു സാധാരണ സെറ്റപ്പിലല്ല നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഹൈലി പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ 8 മണിക്കൂർ മാത്രം ഒരു ദിവസത്തെ ഡ്യൂട്ടി. അങ്ങനെ 40 മണിക്കൂർ നിങ്ങൾ ഒരു ആഴ്ചയിൽ ജോലി ചെയ്യുന്നു. മാക്സിമം 40 hours. 8 അവറാണ് 5 ദിവസം. ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്ക് ഓഫാണ്. ഓവർ ടൈം ചെയ്താൽ അഡീഷണൽ പേ, ഡബിൾ സാലറി വരെ വീക്കെൻഡുകളിൽ, സാറ്റർഡേ സൺഡേകളിൽ, പബ്ലിക് ഹോളിഡേയ്സിൽ, അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ഡേയ്സിൽ ജോലി ചെയ്താൽ അഡീഷണൽ പേയും കാര്യമായിരിക്കുന്ന ഹൈലി പ്രൊഫഷണൽ ജോബാണ് ഈ ജർമ്മനിയിൽ നല്ല ലോകത്തെ ഏത് രാജ്യത്തിൽ ചെയ്യുന്ന കെയറർ ജോബ് എന്ന് പറയുന്നത്. അല്ലാതെ വീട്ടിൽ ആൾക്കാരെ നോക്കാൻ നിൽക്കുന്ന പോലോ നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആൾക്കാരെ നോക്കാൻ നിൽക്കുന്ന പോലെ ഒന്നുമല്ല. ഇറ്റ്സ് ഹൈലി പ്രൊഫഷണൽ ജോബ്. ഇഷ്ടംപോലെ നേഴ്സുമാരും മറ്റും കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഓൾ ഓവർ ദ യൂറോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഡെൻമാർക്കിലെയും ജർമ്മനിയിലെയും UK-യിലെയും ബെൽജിയത്തിലൊക്കെ പല കെയർ ഹോമുകൾ പേഴ്സണലി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ ഓൾസോ റിക്രൂട്ടിങ്. ജർമ്മനിക്ക് മാത്രം നിലവിൽ നമ്മൾ ANMനെ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഹൈലി പ്രൊഫഷണൽ ആണ്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നുവരെ കുളിപ്പിക്കണം, സ്പോഞ്ച് ബാത്ത് അത് ചെയ്യണം. ഇവിടെ പാമ്പർ മാറ്റമുള്ള ആൾക്കാരുടെ പാമ്പർ മാറ്റണം. ചില ആൾക്കാർ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോളൂ, അവരെ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഇവർക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളും എടുത്തു കൊടുക്കണം. മെഡിസിൻ്റെ കാര്യങ്ങൾ നോർമലി എടുത്തു കൊടുക്കുന്നത് ആരാണ്? നോർമലി എടുത്തു കൊടുക്കുന്നത് സിമ്പിളി പറഞ്ഞാൽ അത് നേഴ്സുമാരാണ്. മെഡിസിനും കാര്യങ്ങളും കൊടുക്കുന്നത്. അവർക്ക് മെഡിസിൻ ഉണ്ട്. നിങ്ങൾ സ്ട്രക്ചറെ തള്ളിക്കൊണ്ട് ലോണിക്കൊണ്ട് അവരെ കൊണ്ടിരുത്തണം. മുമ്പേ ഞാൻ ബാറ് പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യയിലെ കൾച്ചറിൽ ബാറൊന്നും ചിന്തിക്കേണ്ട. കൊക്കക്കോള പെപ്സി കുടിക്കുന്ന പോലെ എന്നുള്ള കൺസെപ്റ്റ് ചിന്തിച്ചാൽ അങ്ങനെ അതുള്ള കെയർ ഹോമുകളാണെങ്കിൽ അവിടെ തള്ളിക്കൊണ്ടിരുത്തുക. അവിടെ അതിനുള്ള ആൾക്കാരുണ്ട്, അവർ സംഭവം കഴിക്കും, തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങിക്കോളും. ദിസ് ഈസ് ഹൗ ദ സിസ്റ്റം റൺസ്. ഇങ്ങനെയാണ് അവർ അവിടെ നിങ്ങളുടെ ഡ്യൂട്ടി സെഗ്രിഗേഷനും അല്ലെങ്കിൽ ഡ്യൂട്ടിയും കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നത്. ഇനി ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കെയർ ഹോമുകളിലൊക്കെ മിക്കവാറും ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. ഫൺ ആക്ടിവിറ്റീസ് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ അത് നാടകമാകാം, മ്യൂസിക് ആകാം, മൂവി ആകാം, പല കാര്യങ്ങളും ഇതിനകത്തൊക്കെ നമുക്കും പങ്കെടുക്കാം. 2, ഇവർ പ്രായമുള്ളവരായതുകൊണ്ട് പതുക്കെ സംസാരിക്കുന്നതുകൊണ്ട് യു ക്യാൻ ഓൾസോ ലേൺ ലാംഗ്വേജ്. പ്രായമുള്ളവരോട് വളരെ പതുക്കെ സംസാരിക്കുന്നതുകൊണ്ട് ലാംഗ്വേജ് ലേൺ ചെയ്യാൻ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കെയർ ഹോമുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കെയർ ഹോമിൽ പോയി ഒരു കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ GNM ആയിട്ടോ ജോലി ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം കേട്ടോ. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടോ ആൾക്കാരായിട്ടോ ജോലി. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ആയെന്ന് തോന്നുന്നു. സോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി, യൂണിഫോം ഉണ്ട്, കാര്യങ്ങളുണ്ട്, പെൻഷനുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി. നിങ്ങളെ ഭരിക്കാൻ ആരും വരത്തില്ല. നിങ്ങൾ പ്രൊഫഷണൽ ആണ്. ആ കാര്യം നിങ്ങൾ ചെയ്താലും മതി. എൻ്റെ സ്വന്തം സിസ്റ്റർ, ഷീ ഹാസ് കംപ്ലീറ്റഡ് MSW ആൻഡ് ഷീ ഈസ് നൗ വർക്കിംഗ് ആസ് എ കെയറർ ഇൻ UK-യിൽ അവൾ കെയറായിട്ട് ജോലിയാണ്. ഞാൻ തന്നെയാണ് റിക്രൂട്ട് ചെയ്തത്. ആൻഡ് ഐ ഹാവ് വിസിറ്റഡ് സോ മെനി ടൈംസ് ദാറ്റ് കെയർ ഹോംസ്. അവരുടെ മാനേജ്മെൻറ്റ് എനിക്ക് നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെ പറയുന്നതാണ്. ഇനി ഒരു കെയററായിട്ട് ജർമ്മനിയിൽ ചെല്ലുന്ന ഒരു നേഴ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ANM നേഴ്സിന് കിട്ടുന്ന GNM നേഴ്സിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ഓക്കെ, 1, നിങ്ങൾക്ക് 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി വീക്കിലി.
ഈ 40 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് ഏകദേശം ഇനിഷ്യലി തന്നെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഏകദേശം 2200-300 യൂറോയ്ക്ക്, ഏകദേശം 2.25 ലക്ഷം മുതൽ രണ്ടര വരെ വരത്തില്ല, ഒരു 2.25 സംതിങ് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കും. വിത്തൗട്ട് ഓവർ ടൈം കൂടാതെ നിങ്ങൾക്ക് പേ ലഭിക്കും. 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി. നിങ്ങളുടെ മെഡിക്കലും നിങ്ങളുടെ സൗജന്യമാണ്. നിങ്ങളുടെ ഫാമിലിയുടെയും മെഡിക്കൽ സൗജന്യമാണ്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും, അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ വൈഫിനെയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ കൊണ്ടുവരാം. യു ഡോണ്ട് നീഡ് ടു സ്പെൻഡ് ഈവൻ എ സിംഗിൾ ബക്സ്. ഒരു രൂപ പോലും നിങ്ങൾ അതിനു വേണ്ടി മുടക്കേണ്ട കാര്യമില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതായത് ഇവരുടെ ഡിപ്പെൻഡന്റ് വിസ എന്ന് പറയുന്നത് സൗജന്യമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ആക്ച്വലി നമുക്ക് ഏകദേശം ഈ കുഞ്ഞുങ്ങൾക്ക് ഇവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എപ്പോൾ വരെയാണ്? 1ാം ക്ലാസ് മുതൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ്. ഒരു രൂപ പോലും നിങ്ങൾ അവർക്ക് വേണ്ടി എഡ്യൂക്കേഷന് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ. ഇത് കൂടാതെ ഏകദേശം 250 യൂറോയ്ക്കടുത്ത് പെർ മന്ത് ഗവൺമെന്റ് ഒരു കുഞ്ഞിന് നൽകും. എന്നാൽ 25,000 രൂപയ്ക്കടുത്ത്. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 50,000 വെച്ച് ഒരു 5 വയസ്സാണെങ്കിലും 18 വയസ്സ് വരെ 13 വർഷം കിട്ടിയാൽ പോലും ഓൺ ആൻ ആവറേജ് ഒരു 80 ലക്ഷം രൂപയ്ക്കടുത്ത് നിങ്ങൾക്ക് ഗവൺമെന്റ് തരും. ഈ ഫണ്ട് നിങ്ങളുടെ ലോങ് ടൈം SIP-യിലോട്ട് വരെയായിട്ട് നിങ്ങൾ ചെലവാക്കുന്നില്ല എങ്കിൽ ആ കുഞ്ഞിനൊരു 18 വയസ്സാകുമ്പോൾ 4 കോടി 5 കോടി 6 കോടിക്ക് മേലുള്ള ഫണ്ടായിട്ടാണ് അത് വരുന്നത്. പക്ഷെ ഡിഗ്രി വരെ ഗവൺമെന്റ് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കേസിൽ മുടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എഡ്യൂക്കേഷൻ ഓൾറെഡി ഫ്രീ ആണ്, മെഡിക്കൽ ഓൾറെഡി ഫ്രീ ആണ്, ഡിഗ്രി വരെയുള്ള കാര്യങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾ ഡിപ്പെൻഡന്റ് വിസയിൽ വരുന്ന ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും അവർക്ക് ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. വിസ റിന്യൂവൽ ഉണ്ട്. 5 വർഷം കൊണ്ട് PR നിങ്ങൾക്ക് കിട്ടും. ഇത്രയും ആനുകൂല്യങ്ങൾ ഒരു ANM നേഴ്സിന് ലോകത്തൊരിടത്തും നോബഡി ഈസ് ഗിവിങ്. ഇനി ഇത് റിക്രൂട്ട്മെന്റിലേക്ക് വന്നാൽ ഇത് കംപ്ലീറ്റ്ലി സൗജന്യമാണ്. ഒരു രൂപ പോലും നിങ്ങൾ റിക്രൂട്ട്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കെയർ ഹോമിൽ നിങ്ങളെ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ മുടക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾക്ക് 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ പുറത്ത് വിൽക്കാൻ പറ്റുന്നതാണ്. ടു ബി ഫ്രാങ്ക്, വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, 5 ലക്ഷത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. വി ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ഞങ്ങൾ അതൊരു റെപ്യൂട്ടഡ് ഫേം എന്നുള്ള നിലയ്ക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ ടൈപ്സ് എടുത്തേക്കുന്നതുകൊണ്ട് ഞങ്ങളത് ഫ്രീലി ഗിവിങ്, ഞങ്ങളിത് സൗജന്യമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനാകെപ്പാടെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് B2 ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി ANM നേഴ്സസ് നമ്മളോട് പഠിക്കുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാരുടെ പ്രശ്നം, ANM ഞാനൊരു നേഴ്സല്ലേ, ANM കാര്യല്ലേ, എനിക്ക് 40 വയസ്സായതല്ലേ, 42 വയസ്സായതല്ലേ, ഞാൻ ഈ ജർമ്മൻ പഠിച്ചാൽ എങ്ങനെ ഒക്കുന്നേ, പാസ്സാവുമെന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എനിവൺ ക്യാൻ ലേൺ ലാംഗ്വേജ് ബിക്കോസ് വി ആർ ഡിസൈൻ. നമ്മളെങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്? നിങ്ങൾ സൗദി അറേബ്യയിൽ പോയാൽ അറബി പഠിക്കും, അല്ലെങ്കിൽ ഗൾഫിൽ പോയാൽ അറബി പഠിക്കും, നോർത്ത് ഇന്ത്യ പോയി കുറെ നാളെന്ന് ഹിന്ദി പഠിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് വെച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ജർമ്മൻ എന്ന് പറയുന്നത്. അത് B1 B2 ഉണ്ട്. സിൻസ് സെർട്ടൻ സിറ്റുവേഷൻസിൽ B1 വെച്ചും എംപ്ലോയർ അനുവദിച്ചാൽ നമുക്ക് കയറി പോകാൻ പറ്റും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ദേ അക്സെപ്റ്റ് വിത്ത് B2 ആണ് അവർ പറയുന്നത്. അത് പഠിച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ പലരും ഇത്രയും ആനുകൂല്യം, നിങ്ങൾ ചിന്തിക്കും, ഒരു ANM നേഴ്സായ നിങ്ങൾക്ക് ഒരു 5 പൈസ മുടക്കാതെ ഫാമിലിയോട് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. 29 രാജ്യങ്ങളിലേക്കുള്ള വിസയാണ് ഒറ്റ ഷെങ്കൻ വിസയെ കൂടെ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ ജർമ്മനി ആസ് എ കെയറർ, നിങ്ങൾക്ക് ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, നമ്മൾ പറയുന്ന പാരീസ് ഫ്രാൻസിലാണ്, റോം, വത്തിക്കാൻ, ബെൽജിയം, മാൾട്ട തുടങ്ങി 29 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വിസയും വേണ്ട. നമ്മൾ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിൽ നിന്ന് പോകുന്നത് പോലെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ചുമ്മാ അതൊരു ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്കൊരു വീക്കെൻഡിൽ ഫാമിലിയായിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി സ്വിറ്റ്സർലൻഡ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സത്യത്തിൽ ഈസിലി യു ക്യാൻ മൂവ്, യു ക്യാൻ വോക്ക് ഓവർ ദിയർ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ട്.
സിംപിളി പറഞ്ഞ. അപ്പോൾ സ്വിറ്റ്സർലൻഡ് കാണാം, ഫ്രാൻസിലെ പോയി നിങ്ങൾക്ക് ഈഫൽ ടവർ കാണാം, റോമിൽ പോയി വത്തിക്കാൻ കാണാം. ഇതെല്ലാം നിങ്ങൾക്ക് സാധിക്കും. യൂറോപ്പിൻ എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ ചിന്തിക്കുക, വേറെ ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റും. റിക്രൂട്ട്മെന്റ് അബ്സല്യൂട്ട്ലി സൗജന്യമാണ്. നിങ്ങൾക്ക് പൈസ മുടക്കൊണ്ട് ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പൊ ചില ആൾക്കാരിനെ കൊണ്ട് പറ്റത്തില്ല. എന്നിട്ട് ഞാൻ സോറി ടു സേ ദിസ്, എന്നിട്ട് ചില ആൾക്കാർ വിധിയെ പഴിക്കുവാണ്. എനിക്കൊന്നും ആയില്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലേ, എൻ്റെ ജീവിതം മൊത്തം നിരാശയിലാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പർച്യൂണിറ്റികൾ ഉള്ളപ്പോൾ നമ്മൾ മടി പിടിച്ച്, നമ്മൾ പേടിച്ച്, നമ്മൾ മുട്ടായി യുക്തികൾ പറഞ്ഞ് എന്നെ കൊണ്ട് സാധിക്കത്തരുന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചിട്ട് നാളെ നമ്മുടെ വിധിയെ പഴിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായവരാണോ, നിങ്ങൾ മനസ്സ് വെച്ചാൽ ജർമ്മൻ പാസ്സാകാൻ പറ്റും. പക്ഷെ പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, 7-8 മാസം അതിൻ്റെ പുറകെ നടക്കണം. സാഹചര്യങ്ങൾ ഓപ്പോസിറ്റ് ആയിരിക്കും, പ്രതിസന്ധി ആയിരിക്കും. പക്ഷെ 8 മാസം മര്യാദയ്ക്ക് നമ്മൾ പറയുന്ന പോലെ പഠിച്ചാൽ നിങ്ങളുടെ അങ്ങോട്ടുള്ള 30, 40, 50 വർഷം സെറ്റിലായിരിക്കും. അല്ലെങ്കിൽ അങ്ങോട്ടുള്ള 30, 40, 50 വർഷം സ്ട്രഗിൾ ജീവിക്കാം. യു ക്യാൻ ഡിസൈഡ് വൂ യു വാണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കുക ഏത് വേണമെന്നുള്ളത്. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പൊ നമ്മൾ IELTS കുറിച്ച് പറഞ്ഞാൽ, IELTS ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ എക്സ്പോർട്സ് ആണ്. 7 വർഷമായിട്ട് നഴ്സുമാരുടെ ഇടയ്ക്കും ജർമ്മന്, OET, IELTS, ഫ്രഞ്ച്, ഡാനിഷ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ, നിങ്ങൾ ക്ലാസ് കയറി കിട്ടിയോ, നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, ഞങ്ങളത് 100% ഞങ്ങൾ അതിന് ഉറപ്പ് തരികയാണ്. നിങ്ങളെ പാസ്സാക്കിയിരിക്കും, റിക്രൂട്ട് ചെയ്തിരിക്കും. ഡാം ഷുവറാണ്. നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്. കാരണം ഇത് പഠിച്ചാൽ പാസ്സാകും. ആവശ്യബോധമുള്ള ഏതൊരാൾ പഠിച്ചാലും പാസ്സാകും. അതിന് ANMO, GNMO, BSc ഒന്നും. ഇഫ് യു ആർ എ ഹ്യൂമൻ ബീങ് ക്യാൻ ലേൺ. അപ്പൊ ഇതാണ് ലാംഗ്വേജ് പഠിച്ച പാസ് എന്നുള്ള ഒരേ ഒരു റിസ്ക് നിങ്ങൾ അതിനകത്ത് എടുത്താണ്. നിങ്ങൾക്ക് ഇനി ചെലവ് വരുന്നത് എങ്ങനെയാണോ വരുന്നത്, നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ ഏകദേശം 40,000 രൂപ കോഷ്യൻ ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പ്രോസസ്സിങ്ങിനകത്ത് സർട്ടിഫിക്കറ്റ് വാല്യുവേഷൻ ഉണ്ട്. നിങ്ങളുടെ 10ാം ക്ലാസ് അല്ലെ +2 അല്ലെ ANM റെക്കഗ്നീഷൻ ഒക്കെ നോക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് ഏകദേശം ഒരു 20,000, 25,000 ഒക്കെ അടുത്ത് എക്സ്പെൻസ് വരും. ദെൻ നിങ്ങൾക്കുള്ളൊരു ഇത് പറഞ്ഞാൽ നമ്മുടെ എക്സാം എഴുതുന്നതിനുള്ള പൈസ ഒരു 20,000 രൂപ, പിന്നെ വിസ സ്ലോട്ടിന് ഒരു 20,000 രൂപ, ദെൻ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 40,000. സോ ടോട്ടലി അങ്ങേയറ്റം നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് 1.5 ലക്ഷം രൂപയാണ്. ഇനി അത് എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, ബേസിക് റിക്വയർമെന്റ്സ് ഇനി ഇത് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂവർ നിങ്ങൾക്ക് 80% സ്പോൺസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്പോൺസർ എൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ ഇഷ്ടം പോലെ ANM നഴ്സസ് എങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, അവർ മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഓപ്പൺലി പറയാത്തതിൻ്റെ കാരണം, വി ആർ നോട്ട് ഷുവർ വെദർ യു വിൽ ഗെറ്റ് ഇറ്റ് ഓർ നോട്ട്. നമുക്കറിയത്തില്ല കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പെർഫോമൻസ് ഓൺ ദ ഇൻ്റർവ്യൂ ആണ്. ഞങ്ങൾ മാക്സിമം അതിന് നിങ്ങളെ ട്രെയിൻ ചെയ്യാറുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ നുണ പറഞ്ഞ പോലെ ആകത്തില്ലേ. കാരണം നോർമലി 8 ലക്ഷവും 9 ലക്ഷവും 10 ലക്ഷത്തിലുമാണ് ANM വിസകൾക്ക് പല ആൾക്കാർ പോകുന്നത്, പോകാൻ സാധിക്കത്തില്ല. അപ്പൊ ഏകദേശം 80,000-ലധികം ANM നഴ്സുമാരുടെ വേക്കൻസിയാണ് സോഫാർ ജർമ്മനിയിലുള്ളത്. ക്യാൻ യു ഇമാജിൻ 80,000 അല്ലെങ്കിൽ 80,000 പേര്. അപ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ്. ഇത് ഇന്റർവ്യൂ എടുക്കുന്ന ഇന്റർവ്യൂവറുടെ ബേസിൽ ഇതിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് 1.25 ലക്ഷത്തിൽ കൂടുതൽ ഒരു കാരണവശാൽ എക്സ്പെൻസ് വരുന്നില്ല. പെർ മന്ത് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന 2.25 ലക്ഷം രൂപയാണ് യൂറോപ്പിലേക്ക്. ഞാനിപ്പോൾ ഇത്ര ആനുകൂല്യങ്ങളുള്ള വിസ. ഇതാണ് ANM നേഴ്സസിന്റെ വിസ എന്ന് പറയുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്ര ഫെസിലിറ്റീസ് നമുക്ക് ഈ ജർമ്മനിയിൽ ഈ വിസയിൽ പോകുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇറസ്പെക്ട് ഓഫ് യുവർ ഏജ്, യുവർ ലാംഗ്വേജ് പ്രൊഫഷൻസി, യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എനിത്തിങ്. അപ്പോൾ നമ്മളിത് പഠിച്ചു പോകുന്നുള്ള ആരുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. സർട്ടിഫിക്കറ്റ് റെക്കഗ്നേഷൻ്റെ പാർട്ടി നടക്കുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അയച്ചു കൊടുത്ത് അവർ ഇക്വലൻസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരും. അതിനുശേഷം ഇന്റർവ്യൂ വരും. ഇന്റർവ്യൂ നിങ്ങൾക്ക് പങ്കെടുക്കാം. B2 ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞ് ഇന്റർവ്യൂ പാസ്, ഒരു ഓഫർ ലെറ്റർ കിട്ടും. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഞങ്ങൾക്ക് 1 രൂപ പോലും പേയ്മെന്റ് ചെയ്തത്, ഓഫർ ലെറ്റർ കിട്ടും. ഈ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ വിസയുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും, സ്ലോട്ട് എടുക്കും, നിങ്ങളെ കയറ്റിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് ജർമ്മനി ഇറങ്ങുന്ന അന്ന് തൊട്ട് എയർപോർട്ടിൽ നിങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി നിങ്ങളെ കെയർ ഹോമിൽ കൊണ്ട് താമസിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തന്ന്, ഇനിഷ്യൽ ക്ലാസ്സും കാര്യങ്ങളും തന്ന് നിങ്ങളെ ചെയ്യുന്നതെല്ലാം നമ്മളാണ്.
സോ ആദ്യം ചെല്ലുന്ന ഒരു അക്കോമഡേഷൻ ചിലപ്പോൾ 30 days ആയിരിക്കും ഉള്ളത്. അതിൻ്റെ ഒരുപക്ഷെ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കെയർ ഹോമുകാർ കൊടുക്കും. അതർവൈസ് നിങ്ങൾക്ക് അടുത്ത വീട്ടിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അത് ഇനിഷ്യൽ സ്റ്റേജിൽ ഫാമിലി വരുന്നവരെ സിംഗിൾ അക്കോമഡേഷനോ ഒക്കെ എടുത്താൽ പോലും മതിയാകും. സോ ഫാമിലിയായിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ആകും. ഇതാണ് ANMൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതാണ് അഡ്വാൻറ്റേജസ് എന്ന് നമ്മൾ പറയുന്ന ആനുകൂല്യം. ഇതാണ്. രണ്ട്, നിങ്ങൾക്ക് സാലറി ഹൈക്ക് ഉണ്ട്. എവറി ഇയർ യു വിൽ ഹാവ് എ സാലറി ഹൈക്ക്, പൊസിഷൻ ഹൈക്ക് ഉണ്ട്, നിങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്കുണ്ട്. കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ആണ്, വലിയ ബഹളമില്ല, വലിയ ജോലി ഭാരമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വർക്ക് സമയത്ത് വർക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒരു ദിവസം ജോലിക്ക് പോകാൻ താല്പര്യം, ലീവ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മെറ്റേണിറ്റി ലീവ് ഉണ്ട്, 1 year വരെ മെറ്റേണിറ്റി ലീവ് ലഭിക്കുന്ന സിസ്റ്റം ഉണ്ട്. പെറ്റേണിറ്റി ലീവ് ഉണ്ട്, 3 വയസ്സ് വരെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 3 വയസ്സ് വരെ ഹസ്ബൻഡിനും ചൈൽഡ് കെയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ലീവ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങളെ ആരും ഇൻഫീരിയർ ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല. യു ആർ ഈക്വൽ ടു ദ നേഴ്സ്, അല്ലെങ്കിൽ ബൈ പ്രൊഫഷൻ നിങ്ങൾ ANM ആണെങ്കിലും GNM ആണെങ്കിലും നിങ്ങൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇക്വാലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്. ഒരിടത്തും ഒരു ഇൻഫീരിയർ ആയിട്ട് കെയററാണ് അങ്ങനൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർ ഉണ്ടെങ്കിലും നേഴ്സ് ഉണ്ടെങ്കിലും ഇൻചാർജ് ഉണ്ടെങ്കിലും നിങ്ങളും ഈക്വൽ പൊസിഷനിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇത്രയും ആനുകൂല്യങ്ങളാണ് ഒരു ANM നേഴ്സിന് സത്യത്തിൽ ലഭിക്കുന്നത്. ഇതിലാകെപ്പാടെ വേണ്ടത് B2 ലാംഗ്വേജ് പഠിച്ച് പാസ്സാവുക എന്നുള്ളതാണ്. നമ്മൾ B2വിൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് രാവിലെ 10 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്, വൈകിട്ട് 10 മണിക്ക്, ഈ 3 സ്ലോട്ടിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇതുപോലെ സൂമിനകത്ത് കയറിയാൽ മതി. ദേ വിൽ ടീച്ച് യു വണ്ടർഫുൾ ആയിട്ട്. ഇങ്ങനല്ല ക്ലാസ്, ഇത് വെബിനാർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരും. ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയ അതിൻ്റെ റെക്കോർഡ് ലെസൺസ് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അത് കയറി പിറ്റേ ദിവസം പഠിക്കാം. ഇന്ന് രാവിലെ 10 മണിക്ക് വന്നയാൾക്ക് ഇന്ന് രാവിലെ 10 മണിയുടെ ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, ഉച്ചക്കത്തെ ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, വൈകിട്ടത്തെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ള സമയത്ത് വന്ന് ക്ലാസ് പഠിക്കാം. അറ്റ് എനി ടൈം യു ക്യാൻ ലേൺ ലാംഗ്വേജ്. നോ വറീസ്, ഒരു കുഴപ്പമില്ല. അതൊന്നാമത്തെ ഓപ്ഷൻ. രണ്ട്, ഈ പറഞ്ഞ റെക്കോർഡ് ലെസൺസ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് തീരുന്നത് വരെ നിങ്ങൾക്ക് റെക്കോർഡിൽ കിട്ടും. സോ ഒരു ദിവസം പഠിക്കാൻ റെക്കോർഡ് നോക്കി പഠിക്കാം. എക്സാംസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രെയിം ചെയ്യുന്നുണ്ട്. A1 A2 B1 B2 4 സ്കില്ലുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിനകത്തെ B2 മാത്രം നിങ്ങൾ എക്സാം എഴുതിയാൽ മതി. A1ഉം A2 B1ഉം എഴുതണ്ട. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാം, നമ്മളിങ്ങനെ ക്ലാസ് കണ്ടക്ട് നമ്മളിടുന്ന എക്സാം പാസ്സായെങ്കിൽ അത് ഒഫീഷ്യലി വാലിഡ് ആണ്. അത് വെച്ച് നിങ്ങൾക്ക് B2 എക്സാമിന് പങ്കെടുക്കുകയും B2 എക്സാം എഴുതുകയും ചെയ്യാം. അപ്പോൾ A1ഉം A2ഉം B1ഉം നിങ്ങൾ ഒരു സ്കൂളിലോ ഒരു എക്സാം സെൻറ്ററിൽ പോയി നിങ്ങൾ എഴുതേണ്ട കാര്യം നിങ്ങൾക്കില്ല. B2 ഇങ്ങനെ മാത്രം എഴുതിയാൽ 4 സ്കില്ലാണ്: റൈറ്റിംഗ്, റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്. അതിൻ്റെ മെറ്റീരിയല് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ആകെപ്പാട് ചെയ്യേണ്ടത് A1 ഒരു പർട്ടിക്കുലർ ലെവൽ ടീച്ചർ ആയിരിക്കും, A2 അങ്ങനെ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ലേ, നിങ്ങൾക്ക് ലീവ് എടുക്കാനും ബാക്കിൽ വരുന്ന വേറെ ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനുമുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഇൻ കേസിൽ മടുത്തു, നമ്മളൊരു A1 കഴിഞ്ഞു, നമുക്ക് ഡ്യൂട്ടി ഷെഡ്യൂൾ കാരണം, വീട്ടിലെ സാഹചര്യം കാരണം, യു വാണ്ട് ടു ടേക്ക് എ ബ്രേക്ക്, ടേക്ക് ദ ബ്രേക്ക്, നോ വറീസ്. ദെൻ യു ക്യാൻ ജോയിൻ ദ നെക്സ്റ്റ് ബാച്ച്. A2 അതിനകത്ത് ബാച്ച് ജോയിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ B2 എഴുതി ഫെയിൽ ആയെന്ന് വിചാരിക്കുക, ഫെയിൽ ആയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ക്ലാസ് തരുന്നുണ്ട്. യു ക്യാൻ അറ്റൻഡ് ദ ക്ലാസ്സസ്, യു ക്യാൻ ജോയിൻ ദ ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റും, വീണ്ടും പഠിക്കാൻ പറ്റും. അപ്പം അത്രയും ഫ്ലെക്സിബിൾ ആണ് ക്ലാസ്സുകൾ പോകുന്നത്. ജർമ്മൻകാർ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, മലയാളികൾ എടുക്കുന്നുണ്ട്. മെജോറിറ്റി മലയാളീസ് ആണ് ANM നഴ്സസിന് വേണ്ടി. ബട്ട് B2 ജർമ്മൻകാർ വരും. ഇൻ്റർവ്യൂ ട്രെയിനിങ് നമ്മൾ തരും, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നമ്മൾ തരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം മനസ്സ് വെച്ച് ഹാർഡ് വർക്ക് റെഡി ആയിട്ട് ജോയിൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് തന്നെ ലാംഗ്വേജ് കുറവുള്ളവർക്ക് പെയ്ഡ് ഇൻ്റർവ്യൂസിന് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പണം കൊടുക്കാതെയുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മൾ പറയുന്നത്. അല്ല, എനിക്ക് ഇച്ചിരി ലാംഗ്വേജ് കുറവാണ്, ഞാൻ സംഭവം പാസ്സായെങ്കിലും ഐ വോണ്ട് ഗെറ്റ് ദി എക്സാം, യു ഹാവ് ദി ഓപ്ഷൻ ടു പെയ്ഡ് ഇൻ്റർവ്യൂ. അത് 3 lakhs to 4 lakhs ഒക്കെയാണ്. നിങ്ങൾക്ക് ഇനി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം. ഞാനതിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുക റെക്കമെൻഡ് ചെയ്യുന്നോ ഇല്ല. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഇതാ നല്ലത്, 4 ലക്ഷം പോക്കറ്റിൽ കിടക്കത്തില്ലേ. ഒരു മാസം മൊത്തം ഇരുന്ന് കഷ്ടപ്പെട്ട് ഇൻ്റർവ്യൂവിനുള്ള കാര്യം പഠിച്ച് പാസ്സായാലും നത്തിങ് ടു വറി. ഒരു മാസം കൊണ്ട് 4 ലക്ഷം ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ ദീസ് ആർ ദി ഓപ്ഷൻസ്. ഇത്ര ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. പിന്നെ ഇൻ കേസിൽ ഒരു 50% എംപ്ലോയർ തരും. അപ്പോൾ പിന്നെ ഈ തന്നെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ല.
തന്നില്ലെങ്കിലും അങ്ങേയറ്റം ഒരു മുറുക്കാൻകട തുടങ്ങുന്ന പൈസ പോലും നമുക്ക് ചെലവും വരുന്നില്ല. ഇതാണ് ANMന് ഒരു രജിസ്റ്റേർഡ് കെയർ ഹോമിൽ ഒരു രജിസ്റ്റേർഡ് അസിസ്റ്റന്റ് നേഴ്സായിട്ട് അസിസ്റ്റന്റ് കെയർ ആയിട്ട് ജോലി ചെയ്യുന്നുള്ള ഓപ്ഷൻസും ഗവൺമെന്റ് നൽകുന്ന അഡ്വാൻറ്റേജസും കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞ യൂറോപ്പ് കാണുക, കൾച്ചർ ആസ്വദിക്കുക, മഞ്ഞിനകത്ത് പോവുക, 2 ഫോട്ടോസ് എടുക്കുക, മക്കളെ ആ സിസ്റ്റത്തിൽ പഠിപ്പിക്കുക, ട്രാമോ, അത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ ഒരു കൾച്ചർ. നമ്മുടെ പ്രൈവസിയിൽ ആരും ഇടപെടത്തില്ല. നമ്മളൊന്ന് ഡ്രസ് ധരിക്കുന്നു, നമ്മൾ മുടി കളർ ചെയ്യുന്നുണ്ട്, നമ്മൾ ബോബ് ചെയ്തു, നോബഡി ഈസ് ബോതേഡ്. നിങ്ങളുടെ റിലീജിയസ് വിശ്വാസങ്ങളെ ആരും ബാധിക്കത്തില്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, റീൽസ് എടുക്കുക. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പോകുന്ന ആൾക്കാർ തിരിച്ചു ട്രാം, ട്രെയിൻ ഫെസിലിറ്റീസ് ഇതെല്ലാം നമുക്കുണ്ട്. ആരും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സോ ദിസ് ഈസ് ദ തിങ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ആകെപ്പാടെ ചെയ്യേണ്ടത് കാര്യം ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ബാക്കി എൻ്റെ പ്രോസസ് വിൽ ബി ബൈ IELTS. 2 ട്വിൻസ് അബ്രോഡ് എന്ന സ്ഥാപനമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ചെയ്യുന്നത്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യലി റിക്രൂട്ട് ചെയ്യാനുള്ള RA ലൈസൻസ്, റിക്രൂട്ട്മെന്റ് ലൈസൻസ് നേടിയ ലൈസൻസ്ഡ് സ്ഥാപനമാണ്. കാരണം നമുക്കറിയാം കാലഘട്ടത്തിൽ ഒത്തിരി റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയ സ്ഥാപനങ്ങൾക്കാണ് ഒഫീഷ്യലി ആൾക്കാർ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് ആ റിക്രൂട്ട്മെന്റ് ലൈസൻസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്കത് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ കോട്ടയം അഡ്രസ്സിൽ ട്വിൻസ് അബ്രോഡിന് ലൈസൻസും സാധനങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഓഫീസ് വേണമെങ്കിൽ അയച്ചു. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് വി വിൽ ഹാവ് എൻ എഗ്രിമെന്റ്. നമ്മൾ പിള്ളേർക്ക് എഗ്രിമെന്റും വെച്ച് തരുന്നുണ്ട്. എഗ്രിമെന്റ് ഉണ്ട്. സോ ആ എഗ്രിമെന്റ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന അഡ്വാൻറ്റേജസ് യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് ANM. അതുകൊണ്ട് നിങ്ങളൊരു ANM നേഴ്സ് ആണ് അല്ലെങ്കിൽ GNM ആണ്, അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ. പിന്നെ ഈ GNMകാർ B2 പഠിച്ച് പാസ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് നിങ്ങൾക്ക് നേഴ്സായിട്ട് പോകാം. അങ്ങനെ ഉണ്ട് അഡ്വാൻറ്റേജ് ANMകാരെക്കാളും. ഇറ്റ്സ് ഓൾസോ മൾട്ടിപ്പിൾ ഓപ്ഷൻ. അപ്പം നമുക്ക് കിട്ടുന്ന അവസരം ഉപയോഗിക്കുക, കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക, പുറകെ നടക്കുക. അപ്സ് ആൻഡ് ഡൗൺസ് വരും, സ്ട്രഗിള് വരും, ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ സഹായിക്കാൻ ഒരു അദൃശ്യകരം നോബഡി വിൽ കം. ആരും വരത്തില്ല. നിങ്ങൾ ഡിസിഷൻ എടുത്ത നിങ്ങൾ, അത് ചിലപ്പോൾ ഹസ്ബൻഡ് കാണത്തില്ല, വൈഫ് കാണത്തില്ല, പിള്ളേര് കാണത്തില്ല, അച്ഛനും അമ്മയും കാണത്തില്ല, കൂട്ടുകാർ കാണത്തില്ല, ഒരു നിങ്ങളുടെ ചേർച്ചിലാണ്. നോബഡി വിൽ ബി ദിയർ അൺലെസ് യു ടേക്ക് എ ഡിസിഷൻ. നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് വരാത്തടത്തോളം കാലം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസും ഉണ്ടാകാൻ പോകുന്നില്ല. സ്ട്രേറ്റ് ഫോർവേഡ് ഞാനങ്ങ് പറയുകയാണ്, ഒന്നും ഉണ്ടാകത്തില്ല. അത് നമ്മൾ തീരുമാനിക്കും. ഞാൻ എടുത്ത പല ഡിസിഷൻ്റെയും ബേസിലാണ് യൂറോപ്പിൽ ഈ രാജ്യങ്ങൾ വഴി ഞാൻ ട്രാവൽ ചെയ്യുന്നതും പല സ്ഥലങ്ങളിൽ ചെല്ലുന്നതും അവരെ കാണുന്നതും ഒക്കെ. ഐ ടേക്ക് ദ റിസ്ക്. ആ റിസ്ക് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ലക്ഷക്കണക്കിന് രൂപ എടുത്തും കൊണ്ട് കൊടുക്കണ്ട. ആകെപ്പാടെ ലാംഗ്വേജ് പഠിക്കാനുള്ള പൈസ മാത്രം നിങ്ങൾ മുടക്കിയാൽ മതി. ബാക്കി പാസ്സായി കിട്ടിക്കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൊടുക്കുന്നത്. തച്ചോ ഇതാണ് ബേസിക് ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. I am GNM. ഓക്കെ, നോ വറീസ്. GNM ആണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. പ്രസന്റ്ലി വർക്ക് ഇൻ ഇസ്രായേൽ. ഒരു കുഴപ്പമില്ല. ഇസ്രായേലിൽ ആൾക്കാർ ചെയ്യുന്ന, നിങ്ങൾക്ക് അവിടെ ഹീബ്രുവിൽ എഴുതി ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും വിച്ച് ഈസ് വാലിഡ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ മൂവ് ടു ജർമ്മനി കേട്ടോ. I had completed GNM course during the year, so can I apply for the position? എനിക്ക് ആ ഈ ഇയർ മനസ്സിലായാൽ ഇഫ് യു ടൈപ്പ് ദ ഏജ്, സുമി 47 വയസ്സ് പോകാൻ പറ്റും. പക്ഷെ കമ്പാരിറ്റീവ്ലി റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ. 47 വയസ്സുള്ളവരുടെ കെയർ ഹോമുകളിൽ പ്ലേസ് ആയിട്ടുണ്ട്. ഫാമിലി നിങ്ങൾ അവിടെ ചെന്ന് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഫാമിലി കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു വിദേശ രാജ്യത്തിൽ പോകുമ്പോൾ ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ കൂടെ ഫാമിലി ആയിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ, സിറ്റുവേഷൻസ്, സാഹചര്യമൊക്കെ നിങ്ങൾ അഡോപ്റ്റ് ആയി കഴിഞ്ഞ് അപ്പം നിങ്ങൾക്കൊരു വീട് റെൻറ്റ് കുറച്ച് കിട്ടുന്ന എത്ര ദൂരെയാണ്, ഒരു വണ്ടി എടുത്താൽ ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഗോ വിത്ത് യുവർ ഫാമിലി. ചെന്നിറങ്ങുന്ന എപ്പോഴും ഫാമിലി കൊണ്ടാതിരിക്കുന്നതാണ് നല്ലത്. 10th ANM ആണ്, നോ വറീസ്. ANM സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഓക്കെയാണ്. എമൗണ്ട് ഫുള്ളി ഫണ്ട് അറ്റ് എ ടൈം. നമുക്ക് നോർമലി നമ്മൾ എന്താണ് പേയ്മെന്റ് ഇൻഡിവിജ്വലി ആണ് ANMന്റെ വാങ്ങുന്നത്. നിങ്ങൾ ബൈ പാർട്ടായിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഫുൾ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. ഓൾവേസ് ഗുഡ് സിംഗിൾ പേയ്മെന്റ് അടയ്ക്കുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് എക്സാം ഉണ്ടാവും. അവിടെ KP എക്സാം എന്നൊരു എക്സാം ഉണ്ട്. അത് നിങ്ങൾ പാസ്സാകണം. അത് പേടിക്കുകയല്ല. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ആരും KP എക്സാം ഫെയിലായി ഒരാളും തിരിച്ചു വന്നിട്ടില്ല. ബിക്കോസ് യു വിൽ ഗെറ്റ് ദി എക്സാം, നോ വറീസ്. ജോബ് 100% അഷുറൻസ് ആണ്. ഞാനീ പറഞ്ഞ
നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കുക, കെയർ അസിസ്റ്റന്റ് വേക്കൻസീസ് ഇൻ ജർമ്മനി. ChatGPT എടുത്തോ ഏതെങ്കിലും എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ ജോബ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും. ലാംഗ്വേജ് പഠിച്ച് പാസ്സാവുന്നുള്ളതും ഇൻ്റർവ്യൂ പാസ്സാവുന്നുള്ളതും ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അങ്ങോട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ, പക്ഷേ നിങ്ങൾ പാസ്സാകും. നത്തിങ് ടു വർക്ക്. ഹൗ മച്ച് ക്യാൻ ഐ സേവ് ഫ്രം മൈ സാലറി ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പല ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭയങ്കര ടാക്സ് ആണ്, ടാക്സ് കൂടുതലായതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ രണ്ടു പേരും, അതായത് നിങ്ങൾ ഇൻഡിവിജ്വലി ആണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഷെയർഡ് അക്കോമഡേഷന് കാര്യങ്ങൾ മതി. ഷെയർഡ് അക്കോമഡേഷൻ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 77 വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഫാമിലി ആയിട്ടാണ് നിങ്ങൾ താമസിക്കുന്നത്, ഒരാൾക്കേ ജോലി ഉള്ളെങ്കിൽ നിങ്ങൾക്കൊന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ല, കഷ്ടി ജീവിച്ചു പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾ വരുന്ന ഹസ്ബൻഡിനും ജോലി വേണം. അങ്ങനെ അദ്ദേഹം ഏതെങ്കിലും ഒരു എന്ത് ജോലിയാണെങ്കിലും, സ്വീപ്പർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ പോലും ഏകദേശം 2 ലക്ഷത്തിനൊക്കെ അടുത്ത് പേ കിട്ടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ക്ലിയർലി 1 ലാഖിന് എബോവ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജാണ്. ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോൾ തൊട്ടാണ് നമ്മളൊന്ന് ബേസ് ആയി കംഫർട്ടബിൾ ആയി വരുന്നത്. അതിനനുസരിച്ച് കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ഒക്കെ വാലിഡ് ആണ്, നോ വറീസ്. BSS സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക, ഐ വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഫ്രം ഡോക്യുമെന്റേഷൻ. BSS എനിക്കൊന്ന് ഈ സർട്ടിഫൈഡ് കോഴ്സുകൾ പഠിക്കുന്നല്ലേ. B1 കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്, ദാറ്റ്സ് ഗ്രേറ്റ്, ബട്ട് വി നീഡ് B2. 51 വയസ്സുണ്ടെങ്കിൽ റിസ്ക് ആണ് കേട്ടോ, പോകാൻ സാധിക്കത്തില്ല. B1 ഫിനിഷ് നല്ല കാര്യം, B2 ജോയിൻ ചെയ്യുക, B2 പഠിക്കുക. I am ANM in Gujarat, no worries, you can also join. എക്സാം ഓൺലൈൻ അല്ലേ, നമ്മുടെ ജർമ്മൻ എക്സാം നിങ്ങൾ ഒരു സെൻറ്ററിൽ പോയാണ് എഴുതേണ്ടത്. കോഴ്സ് ഇല്ല, ലാംഗ്വേജ് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുന്നവർക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. 7 months ആണ് ലാംഗ്വേജ് പഠിക്കാൻ എടുക്കുന്നത്. UGC ഇൻക്ലൂഡിംഗ് ആണോ നിർബന്ധമില്ല. ANMന് UGC അപ്രൂവൽ ഒന്നും മെജോറിറ്റി സ്ഥലത്തും കിട്ടാറില്ല. 2 മൊഡ്യൂൾ പോരാ, വി നീഡ് 4 modules. B2 all modules കിട്ടണം. നമുക്ക് അല്ലാത്തൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്, അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഉള്ള ജോയിൻ ചെയ്തേക്കുന്ന പിള്ളേർക്ക് ഓപ്ഷൻസ് കൊടുക്കും. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് അത് പക്ഷെ ഫ്രീ ആകാൻ സാധ്യതയില്ല. ഫോർ ദ ടൈം ബീയിങ് ഫ്രീ റിക്രൂട്ട്മെന്റ് വിത്ത് B2 ആണ്. I1 പാസ്സായതും B2 തൊട്ട് പഠിക്കാൻ പറ്റും കേട്ടോ, നോ വറീസ്. ഓൺലൈൻ എക്സാം അല്ല, നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഓഫ്ലൈനിലാണ് പഠിക്കേണ്ടത്. 51 വയസ്സാണോ, റിസ്ക് ആണ്. ഗവൺമെന്റ് അപ്രൂവ് ആവണമെന്നൊന്നുമില്ല. യു ഹാവ് ദാറ്റ് ഷുഡ് ബി വാലിഡ്. ചുമ്മാ ഫേക്ക് ഉണ്ടായിക്കൊണ്ട് വരില്ല, പിടികിട്ടിയെന്ന് പറഞ്ഞാൽ ചെയ്യുമ്പം ഷുഡ് ബി നീറ്റ്. B2 എക്സാം ഗോയിറ്റിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ANM BSS എന്താണെന്ന് എനിക്ക് ആക്ച്വലി ക്ലിയർ ആയിട്ടില്ല. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഓഫീസർ അയച്ചു കൊടുത്താൽ ഐ വിൽ ക്ലാരിഫൈ ആൻഡ് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. സ്റ്റിൽ വർക്ക് ഇൻ കുവൈറ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. 40 years, നത്തിങ് ടു വറി. ANMൻ്റെ ഏതൊരു സർട്ടിഫിക്കറ്റ് മതി. പോസ്റ്റ് BC-കാർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ നിങ്ങൾ എന്തിന് ANMന് പോകുന്നത്? നിങ്ങൾ B2 ലാംഗ്വേജ് പാസ്സായാൽ ഇതിൻ്റെ 100 ഇരട്ടി ആനുകൂല്യത്തിൽ 1 രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് നേഴ്സായിട്ട് പോകാൻ പറ്റും. ഓഫീസ് കോൺടാക്ട് അവർ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. കാരണം നഴ്സുമാർക്ക് ഞാൻ ഈ പറഞ്ഞ പൈസ മൊത്തം ഗവൺമെൻറ് തരും, പ്ലസ് ഒരു 50,000 രൂപ സ്റ്റൈഫിൻ്റെ കൂടെ തരും. സോ ഇഫ് യു ആർ നേഴ്സ്, പോസ്റ്റ് BSc BSc ആണെങ്കിൽ നിങ്ങൾ നേഴ്സിംഗ് അസിസ്റ്റന്റ് പോകേണ്ട, ഗോസ് നേഴ്സ്. 2 മൊഡ്യൂൾ പറ്റത്തില്ല. ഹസ്ബൻഡ് ജോലി ചെയ്യാൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെയോ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പ്രൊഫഷണൽ ക്വാളിഫൈ, ഒരു നേഴ്സാണ്, എഞ്ചിനീയർ ആണ്, IT ആണെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രൊഫഷണലി ജോലി ചെയ്യാൻ അവർ ചോദിക്കുന്ന സംഭവമാണ് കേട്ടോ. BSS നിങ്ങൾ വന്ന് ഈ ഭാരത് സേവക് സമാജിന് സർട്ടിഫിക്കറ്റ് അല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അവർക്ക് നിങ്ങൾക്ക് എന്ത് വേണ്ട, നിങ്ങൾക്ക് ഹസ്ബൻഡ് എക്സാം ഒന്നും പാസ്സാകേണ്ട കാര്യമില്ല. എക്സാം പാസ്സായില്ലെങ്കിൽ പേയ്മെന്റ് തന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോ, യു ഹാവ് ടു പാസ് ദി എക്സാം. ഡിപ്ലോമ ANM മതി. ഖത്തറാണ്, 34 വയസ്സ്, ഒരു കുഴപ്പമില്ല, യു ക്യാൻ ജോയിൻ. ANM ഡിഗ്രി റെക്കഗ്നിഷൻ ജർമ്മനി റിക്വയർമെന്റ്, നോ വറീസ്. ANM ഉണ്ടോ, മതി. ഭാരത് സേവ സമാജിന്റെ സർട്ടിഫിക്കറ്റ്, അത് ഡോക്യുമെന്റേഷൻ ആണ് സത്യത്തിൽ അറിയാവുന്നത്. ഞാൻ ആ ANM സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്, ഐ വിൽ അപ്ഡേറ്റ് യു. നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് ഐ തിങ്ക് അത് അപ്രൂവ്ഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കേരള രജിസ്ട്രേഷൻ അതൊന്നും ഇഷ്യൂസ് അല്ല, കാരണം കെയർ അസിസ്റ്റന്റ് ആണ്, നോ വറീസ്. മതി. ഓൺലൈനിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഓഫ്ലൈനിൽ B2 എക്സാം എഴുതുക. ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റത്തില്ല, നിങ്ങൾ അതിനുവേണ്ടി തന്നെ ഒരു ജോലി ഒന്നും കളഞ്ഞ് ഫുൾ ടൈം പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ലേൺ ഇൻ ഓൺലൈൻ. നഴ്സിംഗ് അസിസ്റ്റന്റ്, ജനറൽ അസിസ്റ്റന്റ്, ഓക്കെ, യു ക്യാൻ ഗോ. സുമ എലിസബത്ത്, നോ വറീസ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫീസിൽ അയച്ചാൽ അവർ B1 മൊഡ്യൂൾ അല്ല, B2 മൊഡ്യൂളാണ് വേണ്ടത്. എക്സാമിന് ഫെയിൽ ആയാൽ ഫീസ് ഒന്നും അടയ്ക്കേണ്ട, വി വിൽ ഗിവ് യു ദി ഓപ്ഷൻ, നോ വറി. ANM കൂടാതെ സർട്ടിഫിക്കറ്റിൽ ഇൻ ഡിസബിലിറ്റി ആൻഡ് ഏജിങ് അല്ല, ഓസ്ട്രേലിയൻ സർട്ടിഫിക്കറ്റ് അല്ല, ANM മതി. ഇറ്റ്സ് ഓൾസോ വാലിഡ്, ഐ തിങ്ക്. റിക്രൂട്ട്മെന്റ് പേയ്മെന്റ് ഒന്നും തരണ്ട. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്ന പേയ്മെന്റ് നിങ്ങൾ ലാംഗ്വേജിന് തരണം. പിന്നെ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് നിങ്ങൾ റെക്കഗ്നേഷൻ ചെയ്യുമ്പോൾ അതിന്റെ പൈസ അടയ്ക്കുക. വിസയ്ക്ക് സ്ലോട്ട് എടുക്കുമ്പോൾ വിസയുടെ പൈസ കൊടുക്കുക. ഇനി ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റിന്റെ പൈസ കൊടുക്കുക. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോകുന്നതല്ലേ.
ഇനി അത് എംപ്ലോയർ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ സ്പോൺസർ ചെയ്തോളാന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 രൂപ പോലും കൊടുക്കണം. ANM currently working in Israel, no worries, you can go. എക്സാം സെന്റർ ഓൾ ഓവർ ദി വേൾഡ് ഉണ്ട് കേട്ടോ. 3 year നഴ്സിംഗ് ആണോ സീതൽ തോമസ്, നിങ്ങൾ നഴ്സിംഗ് അസിസ്റ്റന്റിന് പോകണ്ട, നഴ്സിംഗ് പ്രോഗ്രാമിന് പോവുക. ഞാൻ എടുത്തേക്കുന്ന നഴ്സുമാരുടെ വെബിനാർ ഉണ്ട്, ഓഫീസിൽ കോൺടാക്ട്, യു വിൽ ഗെറ്റ് ദ ലിങ്ക്, എന്നിട്ട് അതിന് ജോയിൻ ചെയ്യും കേട്ടോ. ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുക, ഞാൻ റെക്കഗ്നേഷൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എക്സാം സെന്റർ കേരളത്തിൽ ഓൾ ഓവർ ദി ഇന്ത്യയിലും ഉണ്ട്. B2ന്റെ 4 മൊഡ്യൂള് 4 എക്സാം അത്രേ ഉള്ളൂ. B2 എക്സാം മാത്രം എഴുതിയാൽ മതി, B1 A1 A2 B1 എഴുതണ്ട. പ്രോസസ്സിങ്ങിന് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഒരു 4 to 5 months ആണ് എടുക്കുന്നത്. 6 month കെയർ ടേക്കർ കോഴ്സ് ഐ ഡോണ്ട് നോ, പ്ലീസ് സെൻഡ് ദ സർട്ടിഫിക്കറ്റ്സ്. ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റുകൾ കൺഫ്യൂഷൻ ഉള്ളത് അയച്ചു തരിക, ഇവാലുവേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. പ്രോസസ്സിങ് ഒരു 4 to 5 months എടുക്കും, ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞ്. നൈറ്റ് 10 മണിക്ക് ക്ലാസ് അവൈലബിൾ ആണ്, രാവിലെ 10, ഉച്ചയ്ക്ക് 2, നൈറ്റ് 10. ഏതെങ്കിലും സ്ലോട്ടിൽ കയറാം, റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് അല്ല, ജർമ്മൻ ആണ് വേണ്ടത്. സോ നത്തിങ് ടു വറി ഔട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കേട്ടോ. ജർമ്മൻ ലാംഗ്വേജ് ബിഗിനർ തൊട്ട് നമ്മൾ പഠിക്കുവാണ്. ഇന്റർവ്യൂ കിട്ടിയ ശേഷമല്ല, ലാംഗ്വേജ് കിട്ടുന്നവർക്കാണ് അവർ ഇന്റർവ്യൂ തരുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ വെബിനാർ ചാറ്റ് 2-3 നമ്പറുകൾ, ഓഫീസ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറുകളിലേക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സിന്റെ നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്യാം. അവിടുന്ന് യു വിൽ ഗെറ്റ് ദി അപ്ഡേറ്റ്സ് ആൻഡ് ഡീറ്റെയിൽസ് കേട്ടോ. നോ വറീസ്. നിങ്ങളുടെ ഏത് ക്വസ്റ്റ്യൻസിനും ചെയ്യാൻ പറ്റും. ഇവിടെ 2 നമ്പറുകളുണ്ട്, അതിലേക്ക് ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം നമുക്ക് അവർ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് തന്നോളും കേട്ടോ. ഞാൻ പറഞ്ഞത് 42 വയസ്സുള്ള ഐഡിയൽ ഏജ്. 42 തൊട്ട് മുകളിലോട്ട് കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 46 വയസ്സുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എപ്പോഴും സേഫ് സോണിൽ നമ്മൾ പറയുന്നതാണ് 42. പക്ഷെ നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ റെഡിയാണ്, ഞാൻ പഠിക്കാം നോക്കാം എന്നുള്ള റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ ഒരു 90% വി ക്യാൻ പ്ലേസ് യു ഈവൻ ഇഫ് യു ആർ എബവ് 46. 46 വരെയുള്ളവരെ പ്ലേസ് ആയിട്ട് 50 വയസ്സിന് മുകളിൽ നടക്കൂല, പാടാണ്. അപ്പൊ അതാ നിങ്ങളുടെ കയ്യിരിക്കുന്ന ചോയ്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബീൻ അറൌണ്ട് 1 hour ആയി. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളൊരു ANM നേഴ്സ് ആണെങ്കിൽ, ഒരു GNM ആണ്, കെയറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ 100% നിങ്ങൾ ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത് പോവുക. കാരണം ലൈഫിൽ ഒരിക്കലേ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരത്തുള്ളൂ. അത് നമ്മൾ മാർക്സ് ഉപയോഗിക്കുകയും റിസ്ക് എടുക്കുകയും മുമ്പോട്ട് ഇറങ്ങുകയും ചെയ്തെങ്കിൽ മാത്രമേ സക്സസ് ആകത്തുള്ളൂ. അതിന് റിസ്ക് എടുക്കാതിരുന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിധിയെ പഠിക്കുന്നൊരു കാര്യം. പിന്നെ ഇൻബിറ്റ് ഒരു കാര്യം, എനിക്ക് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുള്ള എനിക്കൊരു മെസ്സേജ് ഇട്ട് തരണേ. കാരണം ഞാൻ നോർമലി നഴ്സുമാരുടേത് എടുക്കാറുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. അപ്പം ആ ഒരു നോളജ് വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത്, ചിലപ്പോൾ ചില കാര്യങ്ങൾ ക്ലാരിറ്റി വന്നിട്ടില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി ക്ലിയർ ആണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് തരിക. ബിക്കോസ് ഞാൻ അടുത്തൊരു ക്ലാസ് എടുക്കുമ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് മീ അലോട്ട് കേട്ടോ. അതുകൊണ്ടാണ് ക്ലിയർ ആണ്, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആയി. എനിക്ക് ചില ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ്. ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റഡ്. ഓഫീസ് നമുക്ക് വരുന്നത് കോട്ടയത്ത് ഓഫീസുണ്ട്, കട്ടപ്പനയിൽ ഓഫീസുണ്ട്, കൊച്ചിയിൽ ഓഫീസുണ്ട്, ദുബൈയിൽ ഓഫീസുണ്ട്. ഇതിലേത് ദുബായ് ഓഫീസ് ഒഴികെ, ദുബായ് ഓഫീസ് ഇപ്പം വിസിറ്റേഴ്സ് നമ്മൾ അനുവദിക്കുന്നില്ല, ഡോക്യുമെന്റേഷൻ മാത്രം അവിടെ നടക്കുന്നത്. ഇതിലേത് ഓഫീസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഏത് ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. പ്രസന്റ് ഐ എം വർക്കിംഗ് ഇൻ UK, എ ജനറൽ നേഴ്സ്. മൈ ഡേറ്റ് ഓഫ് UK-യിൽ നിങ്ങൾ കെയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഐ ഡോണ്ട് ഗെറ്റ് ദ ഐഡിയ. UK നിങ്ങൾ കെയറായിട്ട് ജോലി ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പോകേണ്ട കാര്യമുണ്ടോ? യു ആർ സേഫ് അല്ലേ? 75-ലാണ് ജനിച്ചതെങ്കിൽ 85 2015 25 50 വയസ്സായി പറ്റത്തില്ല. 75-ആണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ കേട്ടോ. ക്ലിയർ ആണ്. ഐ വാണ്ട് ജോയിൻ. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞോളൂ. നോർമലി നമ്മുടെ ലാംഗ്വേജിന്റെ ഫീസ് 42,500 സംതിങ് ആണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ വെബിനാറിന് കയറി ലൈഫ് ചേഞ്ച് ആണെന്ന് ആഗ്രഹിക്കുന്നതിന്റെ എൻ്റെ ഒരു സന്തോഷം എന്ന നിലയ്ക്ക് ഞാൻ 5,000 അതിനകത്ത് റിഡക്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ എമൗണ്ട് അടച്ചാൽ മതി. അടയ്ക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആകെപ്പാടെ മുടക്കി 37,000 രൂപയേ ഉള്ളൂ, സിംപിളി പറഞ്ഞാൽ. ബാക്കി എന്തും നിങ്ങൾ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞേ പേ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എംപ്ലോയർ സ്പോൺസർഷിപ്പ് 90% തരും. തന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡോണ്ട് മേക്ക്, ഈ പൈസ തരുന്ന നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യുന്നൊരു ഡിസിഷൻസ് വരുമ്പം ഒരു 30,000 to 35,000 ആ റിസ്ക് എടുത്ത് പഠിക്കാൻ ഇറങ്ങുക എന്നുള്ളത്
നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുമ്പം ANM A2 ഒക്കെ വെച്ച് പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് വന്നാലും ദാറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പം അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതിനുവേണ്ടി ടൈം കണ്ടെത്തുക, പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, പുറകെ നടക്കുക എന്നുള്ളത്. അപ്പം 100% ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിനിപ്പുറം ഒരിക്കൽ കൂടി ഞാൻ കയറിയ ഇത്രയും ആൾക്കാരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. ഒന്നിച്ച് നമുക്ക് എവിടെയെങ്കിലും ജർമ്മനി വെച്ച് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു ചായ മേടിച്ച് തന്നാൽ മതി ജർമ്മനി വെച്ച്. അതുകൊണ്ട് ഞാൻ നമുക്ക് ലോകത്തിലെ സൗകര്യങ്ങൾ, യൂറോപ്യൻ രാജ്യത്തെ ജീവിതം, ഇതൊക്കെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയുള്ളൂ. അത് ചില പർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല. അത് നേഴ്സസിനോ ഡോക്ടേഴ്സിനോ ഫിസിയോതെറാപ്പിസ്റ്റിനോ ഉള്ളതൊന്നുമില്ല. എനി ക്യാൻ ഗോ. നെടുമ്പി വന്നേക്കുന്നത് അത് നിങ്ങൾക്കും ഉള്ളതാണ്. നിങ്ങൾക്കും എൻജോയ് ചെയ്യാം. നിങ്ങൾ പലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ സ്ഥിതി ദയനീയമാണല്ലോ, എനിക്ക് യൂറോപ്പിൽ പോകണമെന്നുണ്ടോ, സെറ്റിൽ ആകണമെന്നുണ്ടോ, ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെന്നൊക്കെ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അത് ആ ഡിസിഷൻ നിങ്ങൾ എടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക എന്നതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്താൽ ഡെഫിനറ്റ്ലി ക്യാൻ ഗോ കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക, ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. എന്ത് ഡൗട്ട്സുകൾക്കും സർട്ടിഫിക്കറ്റ് ക്ലാരിഫിക്കേഷൻസ് ഏത് കാര്യങ്ങൾക്കും ഓഫീസിൽ വിളിക്കാം. ഈ ഫീസ് വേവറിന് വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ ഇതിൽ താഴെ തന്നിരിക്കുന്ന മെസ്സേജുകളിലേക്ക് നിങ്ങൾ ഫീ വേവർ ജോയിൻ സൂൺ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുക. സോ ഒരു 5 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് കിട്ടും. വിതിൻ 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. കാരണം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. ഓക്കെ, സോ അങ്ങനെ ആകട്ടെ. വേറെന്ത് ഡൗട്ടുകൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ് തുടങ്ങി ഒട്ടനവധി ആൾക്കാർക്ക് ഓൾ ഓവർ ദി യൂറോപ്പിലേക്ക് നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്തു കൊടുക്കുന്നു. സോ ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക, ഒരു വിഷൻ സെറ്റ് ചെയ്യുക, അതിൻ്റെ പുറകെ നടക്കുക. ടുഡേ ഓർ ടുമോറോ വൺ ഡേ യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനൊരു തീരുമാനമെടുത്ത് അതിൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ടു പോയവരാണ്. ബിക്കോസ് സക്സസ് ഈസ് നോട്ട് എൻ ഓവർനൈറ്റ്. ഒരു ഓവർനൈറ്റ് കൊണ്ട് ഒരിക്കലും ഒരിടത്തും ആരും ഒന്നും ആയിട്ടില്ല, ആകാൻ സാധിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ. ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊരു ജേർണി. ഒന്നിച്ച് നമുക്ക് ജർമ്മനി വെച്ച് കാണാം. ബൈ, സീ യു.